In mechanics of solid, നമ്മൾ അറിയേണ്ട ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് സ്ട്രെസ്? സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ mm² അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ² ഓർ മെഗാ പാസ്കൽ. സെക്കൻഡ് ടേം ഈസ് സ്ട്രെയിൻ. സ്ട്രെയിൻ്റെ റെപ്രസെൻറ്റേഷൻ സ്മോൾ ലെറ്റർ ഇ ആണ്. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അല്ലെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്ത് നമ്മളൊരു ഫോഴ്സോ സ്ട്രെസ്സോ അതിനെന്തെങ്കിലും അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിന് ഡയമെൻഷനലായിട്ടൊരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ദാറ്റ് ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ വിൽ ഗീവ് ദി സ്ട്രെയിൻ. അത് രണ്ടും ഒരേ പാരാമീറ്റർ ആയത് കാരണം ഇറ്റ് ഹാസ് ഗോട്ട് നോ യൂണിറ്റ്. അപ്പോൾ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്, സ്ട്രെസ്സും സ്ട്രെയിനും. സോ ഇൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 types, ഡക്റ്റൈൽ മെറ്റീരിയൽ ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ മെറ്റീരിയലിന് ഡീഫോർമേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ ഡക്റ്റൈൽ മെറ്റീരിയൽ. ആൻഡ് ഒരു മെറ്റീരിയൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് ഡീഫോർമേഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പോൾ അത് ഫ്രാക്ചർ ആവുകയോ ഫെയിൽ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് എ ബ്രിട്ടിൽ മെറ്റീരിയൽ. എക്സാമ്പിൾ ചോക്ക് പീസ്. നമ്മളൊരു ബോർഡിൽ എഴുതുന്ന ചോക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു കഴിഞ്ഞാൽ അതിന് ഡീഫോർമേഷൻ ഉണ്ടാകുന്നില്ല. ബട്ട് അറ്റ് വൺ പർട്ടിക്കുലർ പോയിൻ്റ് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് ഫെയിൽ ആവുന്നു. സച്ച് മെറ്റീരിയൽസ് ആർ കോൾഡ് ബ്രിട്ടിൽ മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റിൽ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ പല സ്ട്രെസ്സസിൽ ബിഹേവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക. സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. സി, ഇതാണ് നമ്മുടെ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിലെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. ഇവിടെ ഇപ്പം നമുക്ക് 3 സ്ട്രെസ്സസ് 3 പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സിഗ്മ വൈ, സിഗ്മ യു ആൻഡ് സിഗ്മ എഫ്. സിഗ്മ വൈ ഈസ് കോൾഡ് ദി yield സ്ട്രെസ്, സിഗ്മ യു ഈസ് കോൾഡ് ദി ടെൻസൈൽ സ്ട്രെസ്, സിഗ്മ എഫ് ഈസ് കോൾഡ് ദി ഫ്രാക്ചർ സ്ട്രെസ്. ഫ്രാക്ചർ സ്ട്രെസ് ഓർ ഫെയിലിയർ സ്ട്രെസ് അതങ്ങനെ പറയാം. അപ്പം ഈ ഓരോ പോയിന്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സി, വിത്തിൻ ദി സിഗ്മ വൈ വാല്യൂ ഓർ ഈ പോയിന്റിനെ നമ്മൾ പറയുന്നതാണ് ദിസ് ഈസ് ഓൾസോ കോൾഡ് ദി yield ലിമിറ്റ്. സോ വിത്തിൻ ദി yield ലിമിറ്റ് ഇഫ് യു ഒബ്സർവ് ദി ഡയഗ്രാം വി ക്യാൻ സീ ദാറ്റ് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദി yield ലിമിറ്റ് അല്ലേ. അപ്പം നമുക്ക് പറയാം ഈ ഒരു റീജിയണിൽ സിഗ്മ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ. ബട്ട് ആഫ്റ്റർ സിഗ്മ വൈ ഇതല്ല കണ്ടീഷൻ. സോ ഇത് വിത്തിൻ ദി yield ലിമിറ്റ് എന്ന് പറയുന്നതിന് നമ്മളൊരു ലോ ആയിട്ട് പറയും. ദാറ്റ് ലോ ഈസ് കോൾഡ് ഹൂക്സ് ലോ. വെരി ഇമ്പോർട്ടൻറ്റ് ലോ. വാട്ട് ഡു യു മീൻ ബൈ ഹൂക്സ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ മാത്രം പറയുന്നത് ആൻസർ അല്ല. വിൽ ഹാവ് ടു സേ this point, that is it is only within the yield limit stress is directly proportional to strain. And now what is the importance of this yield limit? Yield limit nagathu varuna deformations are elastic deformation and up to sigma u ennu parayuna idane nammal plastic deformation അല്ലെങ്കിൽ permanent deformation എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഈസി എക്സാമ്പിൾ എടുക്കുക. ഇതൊരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ്. നമ്മളിതിന് ഒരു സ്ട്രെസ്സോ ഫോഴ്സോ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അത് ഈ പോയിന്റിലാണ് സീറോ സ്ട്രെസ്. ഒരു ഫോഴ്സും സ്ട്രെസ്സസും ഈ മെറ്റീരിയൽ നമ്മൾ പാക്ക് ചെയ്യുന്നില്ല. ഇതിന് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിന് ഡീഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ആൻഡ് അപ്പോൺ റിമൂവിങ് ഓഫ് ദി ലോഡ് ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ കണ്ടീഷൻ. അതായത് അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സസ് ആർ ടെമ്പററി. അങ്ങനെയുള്ള സ്ട്രെസ്സിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെസ്സ് കൂടുതൽ കൊടുക്കും തോറും ഈ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് ലെവൽ കൂടി നമ്മൾ ഒരു ലിമിറ്റ് എത്തുമ്പോൾ ഇറ്റ് റീച്ച് സിഗ്മ വൈ എത്തിയതിന് ശേഷം നമ്മൾ ഇനി സ്ട്രെസ്സും കൂടെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പെർമനൻറ്റ് ഡിഫോർമേഷൻ ഉണ്ടാകുന്നു. ദാറ്റ് സിഗ്മ വൈ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതിനെ സ്ട്രെസ് നടത്തി കഴിഞ്ഞാൽ അതിന് ഒറിജിനൽ പൊസിഷനിലോട്ട് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഡീഫോർമേഷൻസിനെയാണ് നമ്മൾ പെർമനൻറ്റ് ഡിഫോർമേഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിഗ്മ വൈക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു നമ്മൾ മനസ്സിലായി. ദെൻ വാട്ട് ഈസ് സിഗ്മ യു?
സിഗ്മ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്തിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്ട്രെസ്സ് കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തോറും ഇതിന് ഡീഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വിച്ച് ഈസ് പെർമനൻറ്റ്. ആൻഡ് ആഫ്റ്റർ ദിസ് പോയിന്റ് നമ്മൾ സിഗ്മ യു എന്ന് പറയുന്ന ഒരു പോയിന്റ് കഴിഞ്ഞ് വീണ്ടും ഇതിനെ സ്ട്രെസ്സ് നടത്തി കഴിഞ്ഞാൽ അവിടെ ക്രാക്ക് പ്രൊപ്പഗേഷൻ വിൽ സ്റ്റാർട്ട്. അപ്പം ഈ പോയിന്റ് തൊട്ട് ക്രാക്ക് പ്രൊപ്പഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇത് ഈ പോയിന്റ് ആകുമ്പോഴേക്കും ഇറ്റ് ഫെയിൽസ്. ആ സ്ട്രെസ്സിനെയാണ് നമ്മൾ ഫ്രാക്ചർ സ്ട്രെസ് അല്ലെങ്കിൽ ഫെയിലിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 സ്ട്രെസ്സസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ആൻഡ് ഇവിടെ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ കൂടുതലും മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സ്റ്റഡിക്ക് എടുക്കുന്നതെല്ലാം എലാസ്റ്റിക് ലിമിറ്റിനകത്തുള്ള കണ്ടീഷൻസ് ആണ്. വിൽ അസ്യൂം ദാറ്റ് എ ഡക്ടൈൽ മെറ്റീരിയൽ ഈസ് ബിഹേവിങ് വിത്തിൻ ദി എലാസ്റ്റിക് ലിമിറ്റ്. അത് കാരണം നമ്മുടെ ഈ പറയുന്ന മെക്കാനിക്സ് ഓഫ് സോളിഡിലെല്ലാം ഈ കണ്ടീഷൻ വാലിഡ് ആണ്. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഫ്യൂ ചാപ്റ്റേഴ്സിൽ ദിസ് കണ്ടീഷൻ ഈസ് വാലിഡ് ലൈക്ക് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓർ അതിനെ മാറ്റാനായിട്ട് നമുക്ക് സിഗ്മ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ എന്നെടുക്കാം. This E is called Modulus of Elasticity or Young's Modulus. Young's Modulus എന്ന് പറയുന്ന ഇക്ക് ഓരോ മെറ്റീരിയലിനും the value is a constant. E for steel is equal to 2 into 10⁵ megapascal or Newton per millimeter square. അങ്ങനെ ഓരോ മെറ്റീരിയലിനും അതിന് ഒരു സ്പെസിഫിക് വാല്യൂസ് ഉണ്ട്. സോ ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നറിയാം. സിഗ്മ ഈസ് ഫോഴ്സ് ബൈ ഏരിയ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഓർ ഫ്രം ദിസ് റിലേഷൻ ഡി എൽ ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? എഫ് എൽ ബൈ എ ഇ. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ഇൻ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത്. നമ്മളൊരു എഫ് ഫോഴ്സ് ഒരു മെറ്റീരിയലിന് കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് ഡിവൈഡഡ് ബൈ നോർമൽ ഏരിയ ഇൻറ്റു മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. അത് എങ്ങനെയാണ് നമുക്കൊരു ബാറിലോ അല്ലെങ്കിൽ ഓരോരോ ഷേപ്സിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്കിനി നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അനാലിസിസ് ഓഫ് ബാർസ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ. അതായത് ഇപ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബാർ എടുക്കുന്നു, ഒരു സിലിണ്ടർ ഓർ സംതിങ്, ഒരു ബാർ ഓർ സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ നോർമലായിട്ട് ഒരു ഫോഴ്സ് പി കൊടുക്കുന്നു. ഇറ്റ്സ് ഇനിഷ്യൽ ലെങ്ത് ഈസ് എൽ ആൻഡ് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് ഫോഴ്സ് എങ്ങനെയാണോ നമ്മൾ വലിക്കുന്നത് അതിൻ്റെ നോർമലായിട്ടുള്ള ഏരിയ. ഇപ്പം ഫോഴ്സ് നമ്മൾ ഇങ്ങോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ നോർമൽ ഏരിയ ഈസ് സർക്കിൾ. അപ്പോൾ അതുപോലെ എവിടെയാണോ നമ്മൾ പി ഫോഴ്സ് കൊടുക്കുന്നത് അതിൻ്റെ നോർമൽ ഏരിയ എ ആണെങ്കിൽ ഇത് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഇൻ ലെങ്ത് ഡി എൽ. ഈ ടോട്ടൽ ബാറിന് നമ്മൾ രണ്ട് സൈഡിലോട്ടും പി ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇതിനുണ്ടായ ചേഞ്ച് ഇൻ ലെങ്ത് ഡി എൽ ആണെങ്കിൽ അവിടെ നമുക്ക് ഹൂക്സ് ലോ അപ്ലൈ ചെയ്ത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ചേഞ്ച് ഇൻ ലെങ്ത് ഡി എൽ ക്യാൻ ബി റിട്ടൺ ആസ് പി എൽ ബൈ എ ഇ, where P is the load applied, L is the length of the bar, A is the area of cross section and E is the modulus of elasticity. ഇനി നമ്മൾ അടുത്തതായിട്ട് അനാലിസിസ് ഓഫ്, ഇവിടെ നമ്മൾ കണ്ടത് യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ബാർ ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് ബാർ ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അനാലിസിസ് ഓഫ് ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ. അതായത് നമ്മൾ എടുക്കുന്ന ബാറിന് ഡിഫറെൻറ്റ് സെക്ഷൻസിന് ഡിഫറെൻറ്റ് ഏരിയാസ് ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഒരു പി ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉള്ള ചേഞ്ച് ഇൻ ലെങ്ത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഹിയർ L1, L2, L3 ആർ ദി ലെങ്ത് ഓഫ് സെക്ഷൻ 1, 2, 3 ആൻഡ് D1, D2, D3 ആർ ദി ഡയമീറ്റേഴ്സ് ഓഫ് ഈച്ച് സെക്ഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ ലെങ്ത് ഡി എൽ ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. Section 1, Section 2 and Section 3. So the net change in length dl will be equal to dl1 plus dl2 plus dl3. And that is equal to p1 l1 by a1 e1 plus p2 l2 by a2 e2 plus p3 l3 by a3 e3. ഈ ഇക്വേഷനിൽ നമുക്ക് പി ബൈ ഇ ഇവിടെ കോമൺ എടുക്കാം. കാര്യം നമ്മൾ കൊടുത്ത 3 സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണ്, വിച്ച് ഈസ് പി. ആൻഡ് ഇവിടുത്തെ 3 സെക്ഷൻ്റെ മെറ്റീരിയലും സെയിം ആയത് കാരണം പിയും ഇയും ഇവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിന് നമുക്ക് ഇക്വേഷൻ്റെ പുറത്തെടുക്കാം. ദെൻ റിമൈനിങ് വിൽ ബി L1 by A1 പ്ലസ്
L2 by A2 plus L3 by A3. ഇതൊരു സിലിണ്ടറിക്കൽ ബാർ ആണെങ്കിൽ ഓരോന്നിൻ്റെ ഡയമീറ്റർ നമുക്കറിയാമെങ്കിൽ ഏരിയ ക്യാൻ ബി ഫൗണ്ട് യൂസിങ് ദി ഇക്വേഷൻ A = π/4d². അങ്ങനെ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് DL ഇവിടെ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. നമ്മുടെ വർക്ക് ബുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് 1, 2 and 3 നമ്മൾ ഈ ഒരു അനാലിസിസ് ഓഫ് ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷനിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. അതിൽ 1 and 2 ക്യാൻ ബി ഈസിലി സോൾവ്ഡ്. തേർഡ് ക്വസ്റ്റ്യൻ ഡൗട്ട് വരുന്നതായിരിക്കും, അത് നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ 1.10 ആണ് പ്രോബ്ലം നമ്പർ. ഈ ക്വസ്റ്റ്യനിൽ പർട്ടിക്കുലറായിട്ട് ചോദിച്ചിരിക്കുന്നത് 2 ഡയമീറ്റേഴ്സ്, ലാർജ് ഡയമീറ്റേഴ്സ് 2 എൻഡിലായിട്ടുണ്ട്. മിഡിൽ പോർഷനിൽ നമുക്കൊരു ലെങ്ത് ഉള്ള ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിക്കൽ എലമെൻറ്റിൻ്റെ ഡയമീറ്റർ എത്രയാണ്, ലെങ്ത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓൾറെഡി ആ ക്വസ്റ്റ്യനിൽ തന്നെ മെൻഷൻഡ് ആണ്, സ്ട്രെസ് ഇൻ മിഡിൽ പോർഷൻ ഈസ് ലിമിറ്റഡ് ടു 150 Newton/mm². സോ ദാറ്റ് നമുക്കിവിടുത്തെ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? P/A. സിഗ്മ ഈസ് 150 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ P ഈസ് 160 × 10⁻³ divided by π/4d². And from this we can easily solve for D. അപ്പോൾ നമുക്ക് ഈ മിഡിൽ പോർഷൻ്റെ ഡയമീറ്റർ കിട്ടി. ഇനി നമുക്ക് എങ്ങനെ മിഡിൽ പോർഷൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം? അതിന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ദ ടോട്ടൽ ഇലോങ്ങേഷൻ. ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ 160 kN/m നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇലോങ്ങേഷൻ ഈസ് 0.2 mm. അപ്പോൾ വേരിയിങ് ക്രോസ് സെക്ഷൻ്റെ മെത്തേഡിൽ നമുക്ക് സെക്ഷൻസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ആസ് ഈ 2 സെക്ഷനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലെങ്ത് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ 2 സെക്ഷനെയും ഒരു സെക്ഷനായിട്ട് എടുക്കാം, ഇതിനെ സെക്കൻഡ് സെക്ഷനായിട്ട് എടുക്കാം. നമുക്ക് ഈ ഫിഗറിന് വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും വരയ്ക്കാം. അതായത് മിഡിൽ പോർഷൻ മാത്രം സെപ്പറേറ്റ് വരുന്നു, ഈ 2 സെക്ഷനും കൂടെ ഒരുപോലെ വരച്ചിട്ട് അതിൻ്റെ ലെങ്ത് നമുക്ക് എല്ലായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എല്ലാണെങ്കിൽ ഈ ലെങ്ത് എന്തായിരിക്കും? 40 - L. കാരണം ഈ 2 സെക്ഷനും കൂടെ ഉണ്ടാകുന്ന ടോട്ടൽ ലെങ്ത് ഈസ് ഗിവൻ ആസ് 40 cm. അതിൽ നിന്ന് മിഡിൽ പോർഷൻ്റെ ലെങ്ത് L പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ 2 സെക്ഷനും കൂടെ ഉണ്ടാകുന്ന ലെങ്ത് 40 - L-ഉം മിഡിൽ പോർഷൻ്റെ ലെങ്ത് നമുക്ക് L-ഉം ആണെന്ന് അറിയാം. So this can be taken, this whole thing can be taken as section 1 and this can be taken as section 2. So that change in length DL will be equal to DL1 plus DL2. DL1 plus DL2 is equal to നമ്മുടെ ഫോർമുല അനുസരിച്ച് P/E നമുക്ക് കോമൺ എടുത്തു കഴിഞ്ഞാൽ N1/A1 plus L2/A2. Here P/E into L1 can be replaced as 40 - L divided by area plus L2 can be replaced as L divided by its corresponding area, that is π/4 into small d². ഇവിടെ ഈ 40 cm കൺവേർട്ട് ചെയ്ത് മില്ലിമീറ്ററിലാക്കിയിട്ട് സോൾവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് നമ്മൾ ഇയും Newton/mm² എടുക്കുന്നത്. സോ ഏരിയയും ബാക്കി കാര്യങ്ങളും കറസ്പോണ്ടിങ്ലി എല്ലാം മില്ലിമീറ്ററിൽ തന്നെ എടുക്കാൻ നോക്കുക. സോ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ദി വാല്യൂ ഫോർ L. ബിക്കോസ് ഇവിടുത്തെ DL എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 0.2 ആണെന്ന് അറിയാം. സോ ഇതിൽ ഒരേ ഒരു അൺനോൺ P അറിയാം, E അറിയാം, A1 അറിയാം, A2 അറിയാം. നമ്മുടെ ഒരേ ഒരു അൺനോൺ എന്ന് പറയുന്നത് ദിസ് സ്മോൾ L ആണ്. ഇവിടെ L ക്യാൻ ബി ഫൗണ്ട് ഫ്രം ദിസ് ഇക്വേഷൻ. Next topic is principle of
സൂപ്പർപൊസിഷൻ. അതായത് നമ്മളിപ്പോൾ നേരത്തെ നോക്കിയ അനാലിസിസ് ഓഫ് ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷനിൽ ചേഞ്ച് ഇൻ ലെങ്തിൻ്റെ ഫോമുല PL/A എന്ന് കിട്ടി. ഇതിൽ നമ്മൾ എല്ലും എയുമാണ് നേരത്തെ വേരി ചെയ്തത് ഇൻ വേരിയിങ് ക്രോസ് സെക്ഷൻ. ഇനി നമ്മൾ വേരി ചെയ്യാൻ പോകുന്നത് ഫോഴ്സ് ആണ് P. അതായത് ഓരോ സെക്ഷനിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പം അതിലൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. അതിന് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, A, B, C, D. ആൻഡ് ഇൻ ദിസ് സെക്ഷൻ AB ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് 50 kN ഈസ് ഗോയിങ് ടു ദി ലെഫ്റ്റ് സൈഡ്. ഈ സെക്ഷനിൽ നിന്ന് 80 kN ഇൻ ദി റൈറ്റ് സൈഡ് ഡയറക്ഷൻ ആൻഡ് ഇങ്ങോട്ടൊരു 30 kN, 20 kN ആൻഡ് ഈ ഡയറക്ഷനിൽ ഒരു 10 kN. ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഓരോ സെക്ഷനിലും നമുക്ക് 4 സൈഡ്സ് ഉണ്ട്, 4 പോയിൻ്റ് ഉണ്ട്. അതിൽ ഓരോ പോയിന്റിലും ആക്ട് ചെയ്യുന്നത് 50, 80, 20 ആൻഡ് 10. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടത് വെദർ ലെഫ്റ്റ് സൈഡ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഫോഴ്സസ് ആണോ എന്നാണ്. ലെഫ്റ്റിലോട്ട് പോകുന്നത് എത്രയാണ്? ഇവിടെ 50, 20 ആൻഡ് 10. ടോട്ടൽ ഈസ് 80 kN. ആൻഡ് ഇൻ ദി റൈറ്റ് സൈഡ് ഓൾസോ ദ ടോട്ടൽ ഫോഴ്സ് ഈസ് 80 kN. അപ്പോൾ ഈ കണ്ടീഷൻ സേഫ് ആണ്. സോ ദാറ്റ് നമുക്കിനി ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഈ സെക്ഷന് ഓരോരോ സെക്ഷൻസ് ആയിട്ട് നമുക്കിവിടെ ഇങ്ങനെ വരച്ച് കാണിക്കാം. അതായത് AB കാണിച്ചു, ദെൻ വി ക്യാൻ ഷോ BC സെക്ഷൻ, ദെൻ വി ക്യാൻ ഡ്രോ ദി CD സെക്ഷൻ. ഇൻ AB സെക്ഷൻ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന ടോട്ടൽ ലോഡ് 50 kN ആണ്. ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തത് കാരണം ആ എൻറ്റയർ 50 kN നമ്മൾ ഈ സൈഡിൽ തന്നെ കൊടുത്തു. ആൻഡ് വെൻ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ അവിടെ വേറെ നമുക്ക് കണ്ടീഷൻസ് ഒന്നുമില്ല. ഇവിടെ എത്രയാണോ പോയത് that same force must go in the opposite direction, equal and opposite reaction. അപ്പോൾ BCയിൽ നമുക്ക് എത്ര വരയ്ക്കേണ്ടി വന്നു? ഈ സെക്ഷനിൽ ഈ സൈഡിൽ 50 kN വന്നു. ആൻഡ് ഇവിടെ നമ്മൾ ഈ ഫിഗർ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സൈഡിൽ നിന്ന് ടോട്ടൽ പോയത് 80 kN ആണ്. ബട്ട് ഇവിടെ നമ്മൾ വരച്ച സെക്ഷനിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുള്ളത് 50 kN ആണ്. ദർ ഇസ് എ ബാലൻസ് ഓഫ് 30 kN. അപ്പം ആ 30 kN നമ്മൾ ഈ സൈഡിൽ എഗെയിൻ കൊടുത്തു. എഗെയിൻ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഈ സൈഡിൽ ഇവിടുത്തെ എത്രയാണോ അത് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് 30 kN. അപ്പം ഈ BC സെക്ഷനും കഴിഞ്ഞു. ഇനി നമ്മൾ ഈ C പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ലെഫ്റ്റ് സൈഡിലോട്ട് വരേണ്ട ഫോഴ്സ് 20 kN മാത്രമായിരുന്നു. ബട്ട് ഇവിടെ ഒരു 30 kN ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ദർ ഈസ് എൻ അഡീഷണൽ ലോഡ് ഓഫ് 10 kN ഇൻ ദി ലെഫ്റ്റ് സൈഡ് ഡയറക്ഷൻ. സോ ദാറ്റ് അത് നള്ളിഫൈ ചെയ്യാനായിട്ട് നമ്മൾ റൈറ്റിലോട്ടൊരു 10 kN ഫോഴ്സ് ഇവിടുന്ന് കൊടുക്കണം. 10 kN ഫോഴ്സ് ഇൻ ദി ലെഫ്റ്റ് സൈഡ് ഡയറക്ഷൻ ആയത് കാരണം നമ്മളിവിടെ നോക്കുക, ഇത് 10 kN വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഓപ്പോസിറ്റ് ആയിട്ട് 10 kN ഫോഴ്സേ വരാൻ പറ്റുള്ളൂ. അത് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുമ്പോൾ ദാറ്റ് 10 തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ദാറ്റ് ഇത് നമുക്കൊരു ചെക്കായിട്ട് എടുക്കാം. ഈ ലാസ്റ്റ് ആൻസർ നമുക്ക് ഇത് തന്നെ സെയിം ആയിട്ട് കിട്ടുന്നുണ്ട്. സോ നമ്മുടെ സൊല്യൂഷൻ കറക്റ്റാണ്. സോ ദിസ് ഈസ് സെക്ഷൻ 1, സെക്ഷൻ 2 ആൻഡ് സെക്ഷൻ 3. അപ്പോൾ നമ്മൾ ഈ 3 സെക്ഷനും ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് നെറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദിസ് പ്രോബ്ലം ഈസ് ഈക്വൽ ടു ഓരോ ഇൻഡിവിജ്വൽ സെക്ഷൻസിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് DL1 മൈനസ് ഇവിടെ DL2 ആൻഡ് ഇവിടെ മൈനസ് DL3 വരും. വാട്ട് ഈസ് ദ റീസൺ? ഈ ഫിഗർ ഒബ്സർവ് ചെയ്യുക. 1ൽ ആക്ട് ചെയ്യുന്ന രണ്ടും ടെൻസൈൽ ലോഡാണ്. രണ്ടിനെയും 2 സൈഡിലോട്ട് വലിക്കുന്നു. സോ ദാറ്റ് അവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ പോസിറ്റീവ് ആയിരിക്കും, ഇൻക്രീസ് ചെയ്യുന്നു. സെക്കൻഡ് സെക്ഷനും തേർഡ് സെക്ഷനും ഈ 2 ഫോഴ്സും അകത്തോട്ട് ആക്ട് ചെയ്യുന്ന കാരണം അവിടെ ഒരു കംപ്രസീവ് ഫോഴ്സ് ഉണ്ടാകുന്നു. സോ ദിസ് സെക്കൻഡ് വൺ വിൽ ബി നെഗറ്റീവ് ആൻഡ് തേർഡ് ഈസ് ഓൾസോ നെഗറ്റീവ് ബിക്കോസ് അവിടെയും ആക്ട് ചെയ്യുന്നത് കംപ്രസീവ് ഫോഴ്സസ് ആണ്. സോ ഇത് മൈനസ് ചെയ്യുക. ബാക്കി ബാലൻസ് എല്ലാം സെയിം ആണ്. ദാറ്റ് ഈസ് P1 L1 ബൈ A1 E1 മൈനസ് P2 L2 ബൈ A2 E2 മൈനസ് P3 L3 ബൈ A3 E3. നമ്മൾ വേരിയിങ് ക്രോസ് സെക്ഷൻ്റെ പ്രോബ്ലത്തിൽ നമുക്ക് പിയും ഇയും കോമൺ എടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ നമുക്ക് P കോമൺ എടുക്കാൻ പറ്റില്ല ബിക്കോസ് P1 P2 P3 മൂന്നും ഡിഫറെൻ്റ് ആണ്. ഇവിടെ 50 kN P1 ആണ്, 30 kN P2 ആണ്, 10 kN ആണ് നമ്മുടെ P3. അപ്പോൾ ഇത് വെച്ച് ബാക്കി ഇനി നമ്മൾ ഈ വാല്യൂസ് എടുത്ത് ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ആൻസർ ഫോർ നെറ്റ് ചേഞ്ച് ഇൻ ലെങ്ത്. ഇതിൽ 1.11, 12, 13 ആണ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ്. അതിൽ 11th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ സോൾവ് ചെയ്ത്. ഇത് ഈ മോഡലിൽ സോൾവ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. 12th ക്വസ്റ്റ്യൻ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. 13th ക്വസ്റ്റ്യനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം.
വർക്ക് ബുക്കിൽ 4, 5 and 6 ക്വസ്റ്റ്യൻസ്. അടുത്ത നെക്സ്റ്റ് നമ്മുടെ 1.13 പ്രോബ്ലം അല്ലെങ്കിൽ വർക്ക് ബുക്കിലെ 6th പ്രോബ്ലം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു 40 കിലോ ന്യൂട്ടൺ ഒരു 4 മീറ്റർ ലെങ്ത് ഉള്ള ഡയമീറ്റർ ഈക്വൽ ടു 40 mm ഉള്ള ഒരു സിലിണ്ടറിക്കൽ റോഡിൽ ഒരു 40 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ട് ചെയ്യുന്ന കാരണം ഇവിടെ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവുന്നു, വിച്ച് ക്യാൻ ബി ഫൗണ്ട് യൂസിങ് ദി ഫോർമുല PL/AE, ദാറ്റ് ഈസ് ഈക്വൽ ടു 40 × 10⁻³ into length 4000 mm divided by pi/4 into 40 mm² into 2.1 into 10⁵. അപ്പോൾ ഈ ഫോർമുല സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 2 കേസായിട്ട് സോൾവ് ചെയ്യാം. കേസ് 1 നമ്മളൊരു ചേഞ്ച് ഇൻ ലെങ്ത് DL കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി കേസ് 2 നമ്മൾ എടുക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആ ഇരിക്കുന്ന സോളിഡ് സിലിണ്ടറിൽ നിന്ന് നമ്മൾ കുറച്ച് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയലിന് എന്ത് സംഭവിക്കും? ഇറ്റ് ബിക്കംസ് വീക്ക്. അങ്ങനെ വീക്കാവുന്ന ആ മെറ്റീരിയൽ നമ്മൾ സെയിം ലോഡ് തന്നെ കൊടുക്കുവാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന എക്സ്റ്റൻഷനെ കാട്ടിയും കുറച്ച് കൂടുതലുള്ള ഒരു പുതിയ എക്സ്റ്റൻഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഒരു നേരത്തെ ഉണ്ടായിരുന്ന എക്സ്റ്റൻഷനെ കാട്ടിയും 30% എക്സ്റ്റൻഷൻ കൂടുതൽ കിട്ടാനായിട്ട് ഇങ്ങനെ ബോർ ചെയ്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത് എത്ര ലെങ്തിനാണ് ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതിൻ്റെ ഇപ്പം നമുക്ക് ഫസ്റ്റ് കേസ് 1 വെച്ച് സോളിഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഉള്ള നമ്മുടെ ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. ആ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പം 2/π mm എന്ന് കിട്ടി. ഇനി നമുക്കൊരു DL ന്യൂ കണ്ടുപിടിക്കാം. അതായത് കേസ് 2 ആഫ്റ്റർ ബോറിങ് നമ്മൾ ഇത് ഇത്രയും 20 mm വെച്ച് ഒരു എക്സ് ലെങ്ത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെയിം ലോഡ് കൊടുക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക് അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇറ്റ് മസ്റ്റ് ബി 30% മോർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് ഈ വാല്യൂവിൻ്റെ ഇൻറ്റു 1.3 ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 2.6/π mm വിച്ച് ഈസ് ദി ന്യൂ ലെങ്ത്. എന്തുകൊണ്ട് 1.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 30% മോർ. അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാമായിരുന്നു, ദാറ്റ് ഈസ് 2/π plus 30/100 30% more into actual value 2/π. ഇതിൽ നിന്ന് നമ്മൾ 2/π കോമൺ എടുത്തു കഴിഞ്ഞാൽ what will we get? 1 plus 0.3. അങ്ങനെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താണ് നമുക്ക് ഈ ഒരു വാല്യൂ 2/π into 1.3 എന്ന് കിട്ടുന്നത്, വിച്ച് ഈസ് അവർ ന്യൂ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പുതിയ എക്സ്റ്റൻഷൻ. അപ്പം ഇനി ഈ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അതിനായത് ഈ 2 സെക്ഷനും നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഇവിടെ വേരിയിങ് ക്രോസ് സെക്ഷൻ്റെ കൺസെപ്റ്റ് വരുന്നു. അതായത് ഈ സെക്ഷനും ഈ സെക്ഷനിലും ആക്ട് ചെയ്യുന്ന ഏരിയാസ് ഡിഫറെൻ്റ് ആണ്. സോ ദാറ്റ് നമുക്ക് ഈ സെക്ഷന് 1 എന്നും ഈ സെക്ഷന് 2 എന്നും എടുക്കാം. സോ DL ന്യൂ വിൽ ബി ഈക്വൽ ടു DL1 പ്ലസ് DL2. അതിൽ DL ന്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 2.6/π which is equal to P1L1/A1E1 plus P2L2/A2E2. Here P1 remains same. രണ്ട് സ്ഥലത്തും ഇത് സെക്ഷൻ 1 സെക്ഷൻ 2 ആക്ട് ചെയ്യുന്ന 40 × 10⁻³ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് x ആയി കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് 4 - x. അപ്പം L1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇതിൻ്റെ ലെങ്ത് നമുക്ക് 4 മീറ്റർ ആയതുകൊണ്ട് 4000 - x divided by A1 is π/4 into അതിൻ്റെ ആക്ച്വൽ ഡയമീറ്റർ എത്രയായിരുന്നു? 40. സോ 40 സ്ക്വയർ ഇൻറ്റു E1 2.1 into 10⁵ പ്ലസ് P2 ബിക്കംസ് അതും സെയിം ആണ് 40 × 10⁻³ ഇൻറ്റു ദ ലെങ്ത് എക്സ് ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. A1 സോളിഡ് സിലിണ്ടർ ആയിരുന്നു, സോ ദാറ്റ് π/4 ഇൻറ്റു D² ആയിരുന്നു ഏരിയ. ഇവിടെ നമുക്ക് A2 എന്ന് പറയുന്ന ഒരു ഹോളോ സെക്ഷൻ ആണ്, സോ ദാറ്റ് അതിൻ്റെ ഏരിയ വിൽ ബി ഈക്വൽ ടു π/4 ഇൻറ്റു 40² - 20² ഇൻറ്റു ഈ വാല്യൂ 2.1 × 10⁵. ഈ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ the only unknown is x. We can calculate x from this equation.